നമുക്ക് ഈ നിയമസഭാ ഇലക്ഷനിൽ MK രാഘവനെ തോൽപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം രാഘവന് കുന്നമംഗലം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കിട്ടിയ ഭൂരിപക്ഷം 14,000-ഓ 15,000-ഓ ഓളോമർസീനെ 25. ആ 25,000 റസാഖ് മാഷ് മറികടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖാദർ മാഷ്, റസാഖ് മാഷ് വെറും MLA ആയിരിക്കില്ല. UDF ഭരണം വന്നാൽ കേരളത്തിൽ ഉണ്ടാകുന്ന മന്ത്രിസഭയിൽ കോഴിക്കോട്ടുള്ള കോൺഗ്രസ് നേതാക്കളുണ്ടാകും, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ടാകും. മുസ്ലിം ലീഗ് നേതാക്കളുണ്ടാകുമ്പോൾ ആദ്യം പരിഗണിക്കുക സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ റസാഖ് മാഷ് അല്ലാതെ ആരെയാണ്? ഫാത്തിമ തഹലിയ എന്നോട് സഫിയ പണങ്ങരുത്, ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് മന്ത്രിസഭയിൽ അവരെ ഇത്തവണ എടുക്കില്ല. നമ്മുടെ ഫിറോസും ചെറുപ്പക്കാരനാണ്. മറ്റു മത്സരിക്കുന്നവരൊക്കെ കാസിമൊക്കെ ഈ റസാഖ് മാഷുമായി സീനിയോറിറ്റിയുടെ കാര്യത്തിൽ, ഒരു നേതൃപദവിയുടെ കാര്യത്തിൽ അവരൊക്കെ ജൂനിയേഴ്സാണ്. അതുകൊണ്ട് അടുത്ത മന്ത്രിസഭയിൽ VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരാൾ ഉണ്ടാക്കുന്ന മന്ത്രിസഭയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊപ്പം, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ മറ്റു മന്ത്രിമാരോടൊപ്പം ഗവർണറുടെ വസതിയിൽ നിന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് തലയിലാ വെള്ളത്തൊപ്പിയും ധരിച്ച് മുന്നോട്ട് വരുന്നത്, കാറിൽ വരുന്നത് കാണുവാൻ പടച്ച തമ്പുരാൻ എനിക്ക് അവസരമുണ്ടാക്കി തരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ ഇതുവരെ ശരിയായിട്ടില്ല. എന്നാൽ ഞാൻ മറ്റുള്ള ആരുടെയെങ്കിലും കാര്യം പറഞ്ഞാൽ ഇതുവരെ അതെല്ലാം ശരിയായിട്ടുണ്ട്. ഞാൻ പണ്ട് വടകരയിൽ മത്സരിക്കുമ്പോൾ കൊയിലാണ്ടിയിൽ മത്സരിച്ചത് പത്മവക്കീലാണ്. ഞാൻ വടകരയിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്നും പത്മവക്കീൽ എന്നോട് ചോദിക്കും, മോനെ എങ്ങനെയാണ് ഇലക്ഷൻ്റെ ഒക്കെ കാര്യം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ചോദിക്കാനില്ല, കാരണം എനിക്ക് യാതൊരു ടെൻഷനില്ല. എതിരായി മത്സരിക്കുന്ന മന്ത്രി ചന്ദ്രശേഖരനും ടെൻഷനില്ല. അയാൾ ജയിക്കുന്ന അയാൾക്ക് ഉറപ്പ്, ഞാൻ തോൽക്കുന്ന എനിക്ക് ഉറപ്പ്. അപ്പോൾ എനിക്ക് ടെൻഷനില്ല. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ പോകുന്നപ്പോൾ ഒരു ദിവസം പത്മവക്കീലിൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, മോനെ എൻ്റെ കാര്യം എന്താണ്? ഞാൻ പത്മവക്കീലിനോട് പറഞ്ഞു, നിങ്ങൾ ജയിക്കും എന്ന് മാത്രമല്ല, ലീഡർ K കരുണാകരൻ്റെ മന്ത്രിസഭയിൽ നിങ്ങൾ മന്ത്രിയാവുമെന്ന് പറഞ്ഞു. നിങ്ങൾ മന്ത്രിയാവുമെന്ന് മാത്രമല്ല, ഗ്രാമവികസന വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞു. പടച്ചോൻ്റെ കൃപ കൊണ്ട്, അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അവർ ജയിച്ചു. അവർ മന്ത്രിയായി, ഗ്രാമവികസന വകുപ്പിൻ്റെ മന്ത്രിയായി. മരിക്കുന്നതുവരെ ആ ഒരു സ്നേഹം, ആദ്യമായി മന്ത്രിയാകുമെന്ന് പറഞ്ഞത് ഞാനാണ്, നാവിൽ കറുത്ത പള്ളിയുള്ള അബുവാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ശരിയായി. മരിക്കുന്നത് വരെ അവർക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. ഞാനാണ് ആദ്യം മന്ത്രിയാകുമെന്ന് പറഞ്ഞത്. മന്ത്രിയായി ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒക്കെ കൂടെ സത്യവാചകം ചൊല്ലി തലയിൽ വെളുത്ത തൊപ്പിയിട്ട് കാറിൽ പുറത്തോട്ട് വരുമ്പോൾ മാവൂരിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് KC അബു നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ, പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ കാര്യം അങ്ങ് ഓർക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിപ്പോൾ ഒരു 10-73 വയസ്സായി. അതുകൊണ്ട് ഞാൻ ഖാദർ മാഷെ ചെറിയ പറമ്പ് കച്ചവടമൊക്കെ നടത്താറുണ്ട്. ഈ പറമ്പ് കച്ചവടം നേരത്തെ പറമ്പുകാരനെ സ്വകാര്യ വെക്കലേ, ഞാൻ പരസ്യമായിട്ട് പറയാം, ചെറിയ തോതിലൊക്കെ നടത്താറുണ്ട്. ഒരു പവർ ഓഫ് അറ്റോർണി മുക്തിയാർ കൊടുക്കുക എന്നുള്ള ഏർപ്പാടുണ്ട് കച്ചവടത്തിൽ. അതുകൊണ്ട് ഞാൻ റസാഖ് മാഷയ്ക്ക് വേണ്ടി ഉമ്മർ പാണ്ടികശാലയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഒരു പവർ ഓഫ് അറ്റോർണി മുക്തിയാർ തരികയാണ്. റസാഖ് മാഷ് സ്ഥാനാർത്ഥിയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു 17 ദിവസം സ്ഥാനാർത്ഥിയായി റസാഖ് മാഷായി അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാനുള്ള പവർ ഓഫ് അറ്റോർണി നിങ്ങൾക്ക് ഈ സാന്നിധ്യത്തിൽ നേതാക്കളുടെ അറിവും സമ്മതത്തോടു കൂടി ഞാൻ കൈമാറുകയാണ്. അധിക ദിവസമില്ല. സാധാരണ ക്രിക്കറ്റ് മാച്ച് 50 ഓവറാണ്. ഇത് 20-20 20 ഓവറേ ഉള്ളൂ. ആ ചുരുങ്ങിയ ഓവറിൽ നമുക്ക് റൺ കൊയ്തെടുക്കണം. 17 ദിവസമാണുള്ളത്, ചെറിയ ദിവസം.
ആ ദിവസങ്ങളിൽ വിശ്രമിക്കാതെ എല്ലാവരും തന്നെ ആത്മാർത്ഥമായ ഒരു മനസ്സായി പ്രവർത്തിക്കണം. ഈ കുന്നമംഗലം നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി റസാഖ് മാസ്റ്ററിലൂടെ തിരിച്ചു പിടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജയിച്ച് ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തുനിന്ന് ജയിച്ചു എന്ന വാർത്ത 4-ാം തീയതി നാം കേൾക്കും. പറവൂരിൽ നിന്ന് VD സതീശൻ ജയിച്ചു എന്ന വാർത്ത കേൾക്കും. ഹരിപ്പാട് നിന്ന് രമേശ് ചെന്നിത്തല ജയിച്ചു എന്ന വാർത്ത കേൾക്കും. ആ വാർത്ത കേൾക്കുമ്പോൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് MA റസാഖ് മാഷ് ജയിച്ചു എന്ന വാർത്ത കൂടി കേൾക്കുവാൻ ഈശ്വരൻ പടച്ച തമ്പുരാൻ അവസരമുണ്ടാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ നിയോജക മണ്ഡലമായ കൊടുവള്ളിയിലെ കൺവെൻഷന് പോവാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല എന്നുള്ളത് കൊണ്ട് റസാഖ് മാസ്റ്ററുടെ നേതാക്കളുടെ എല്ലാവരുടെയും അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങും.